കേരള സർവകലാശാല സിൻഡിക്കേറ്റിലേക്കുള്ള വോട്ടിംഗ് പൂർത്തിയായി. ഗവർണർ ഒഴികെ 96 പേർ വോട്ട് ചെയ്തു. കോടതി വിധി വരുന്നത് വരെ വോട്ട് എണ്ണേണ്ടതില്ല എന്ന തീരുമാനത്തിൽ VC വോട്ട് എണ്ണണം എന്ന ധാർഷ്ട്യത്തിൽ ഇടതുപക്ഷ അനുകൂലകർ. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, വിശദാംശങ്ങൾ. രോഹിണി, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എൻ്റെ പുറകിൽ SFI പ്രവർത്തകർ VCയെ പുറത്തേക്ക് വിടില്ല എന്ന നിലപാടിൽ ഈ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് മുന്നിലത്തെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. എന്തായാലും സിൻഡിക്കേറ്റ് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിലേക്കുള്ള തിരഞ്ഞെടുപ്പിൻ്റെ ഇന്നത്തെ ദിവസം, അതായത് ഇന്ന് 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് തിരഞ്ഞെടുപ്പിൻ്റെ സമയം. പക്ഷേ ഇതുവരെയായിട്ട് വോട്ടെണ്ണൽ പൂർത്തിയായിട്ടുണ്ട്. ഹൈക്കോടതിയിൽ പ്രധാനമായിട്ടും ഈ സിൻഡിക്കേറ്റ് വിഷയങ്ങളെ പറ്റിയിട്ട് 3 കേസുകളാണുള്ളത്. ഈ 3 കേസുകളിൽ പ്രധാനമായിട്ടും ഈ ഒരു കേസിൻ്റെ വിധി വന്നതിന് ശേഷം മാത്രം വോട്ടെണ്ണിയാൽ മതി എന്ന നിലപാടിലാണ് കേരള VC ഡോക്ടർ മോഹനൻ കുന്നിന്മേൽ. പക്ഷേ അത് സാധ്യമല്ല. അതിന് മുന്നേ തന്നെ വോട്ട് എണ്ണി തിരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം ഇന്ന് തന്നെ നടത്തണമെന്നാണ് ഇടത് സംഘടനകൾ, അല്ലെങ്കിൽ SFI ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ ഈ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അകത്ത് VCയെ തടഞ്ഞുകൊണ്ട്, അതായത് ഇടത് സിൻഡിക്കേറ്റ് അനുകൂലികൾ VCയെ തടഞ്ഞുകൊണ്ട് അകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പുറത്ത് SFIയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം, അല്ലെങ്കിൽ VCയെ പുറത്തേക്ക് വിടില്ല എന്ന നിലപാടിൽ ഉറച്ച് തടയാനായിട്ട് തന്നെ ഇവിടെ SFI പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. പ്രധാനമായും 3 വിഷയങ്ങളാണ് ഈ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായും 3 കേസുകളാണ് ഹൈക്കോടതിയിൽ നടക്കുന്നത്. ഒരുപക്ഷെ ആ കേസ് ഇന്ന് പരിഗണിച്ചേക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത ആളുകൾ, പിന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനത്തിന് ശേഷമാണ് ഗവർണർ ഇത്തരത്തിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്തത് എന്നാണ് ഇടത് അനുകൂല സംഘടനകൾ പറയുന്നത്. അത് ചൂണ്ടിക്കാട്ടിയാണ് ഒരു കേസ്. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 10 വോട്ടുകൾ എണ്ണേണ്ട എന്ന തീരുമാനത്തിലാണ്. 10 വോട്ടുകൾ എണ്ണേണ്ട എന്ന തീരുമാനത്തിൽ ഈ അനുകൂല സെനറ്റ് അംഗങ്ങൾ കൊടുത്ത വോട്ടും, അതോടൊപ്പം തന്നെ 5 വോട്ടുകൾ എണ്ണണമെന്ന് അനുകൂല സംഘടനകൾ കൊടുത്ത ഈ 10 വോട്ടുകളിൽ 9 പ്രതിനിധികൾ എന്ന് പറയുന്നത് ഇടത് അനുകൂല പ്രതിനിധികളാണ്. ഒരാൾ KSU ആണ്. അതോടൊപ്പം തന്നെ ഗവർണർ നോമിനേറ്റ് ചെയ്ത 5 പേര്, അപ്പോൾ അവരുടെ വോട്ടുകളും എണ്ണണ്ടാവുന്ന തീരുമാനത്തിലാണ് ഇടത് അനുകൂല സംഘടനകൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഇറങ്ങിയത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് 97 വോട്ടുകളാണുള്ളത്. 97 വോട്ടിൽ 1 വോട്ട് ഗവർണറുടേതാണ്. ഗവർണർ ഒഴികെയുള്ള 96 വോട്ടുകളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കോടതിയുടെ വിധി, അല്ലെങ്കിൽ കോടതി അനുശാസിക്കുന്ന വിധി വന്നതിന് ശേഷം മാത്രം വോട്ട് എണ്ണിയാൽ എന്ന നിലപാടിൽ ഉറച്ചാണ് VC തീരുമാനമെടുത്തിട്ടുള്ളത്. VCയുടെ നിലപാടിൽ ഉറച്ചു തന്നെ നിൽക്കുകയാണ്. എന്ത് തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടായാലും നിയമത്തിൻ്റെ രീതിക്ക് തന്നെ പോട്ടെ, നിയമത്തിൻ്റെ കാര്യത്തിലൂടെ മാത്രം ജനാധിപത്യ പ്രക്രിയ നടന്നാൽ മതി എന്ന നിലപാടിൽ ഉറച്ചാണ് VC അകത്ത് ഉള്ളത്. ഇതിനോടകം തന്നെ പ്രതിഷേധം ആരംഭിച്ചു കഴിഞ്ഞു. ഈ യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ഗേറ്റ് പോലീസുകാരൊക്കെ എത്തിയിട്ടുണ്ട്. പ്രധാന ഗേറ്റ് അടച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെനറ്റ് ഹാളിലേക്ക് കയറുന്ന ഈ പടിയിലാണ് ഇത്തരത്തിൽ SFI അല്ലെങ്കിൽ ഇടത് അനുകൂലികൾ പ്രതിഷേധിക്കുന്നത്. അകത്ത് VCയെ തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അല്പം മുമ്പ് തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും ഇന്ന് ചിലപ്പോൾ ഹൈക്കോടതി ഈ കേസുകൾ പരിഗണിക്കുകയാണെങ്കിൽ അനുകൂല നിലപാടിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇത്തരത്തിൽ വോട്ടുകൾ എണ്ണും. ഇന്ന് വോട്ട് എണ്ണണ്ട എന്ന ധാർഷ്ട്യത്തിലാണ് SFI പ്രവർത്തകരുള്ളത്. പക്ഷേ അല്ലെങ്കിൽ VC പറയുന്നത് ഇത്ര തന്നെയാണ്. എന്ത് തന്നെയായാലും നിയമത്തിൻ്റെ രീതിയിൽ തന്നെ പോട്ടെ, വോട്ടുകൾ ഈ വോട്ടുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ നടക്കുന്നതിനനുസരിച്ചുള്ള വിധി വന്നതിന് ശേഷം മാത്രം ഇത്തരത്തിലെ വോട്ടുകൾ എണ്ണിയാൽ മതി എന്ന നിലപാടിൽ ഉറച്ചാണ് VC. രോഹിണി.